أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل جاء الحق وزهق الباطل إن الباطل كان زهوقا وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 907 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ഇസ്രായിലെ 81, 82 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖാ وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. صدق الله العلي العظيم. സൂറത്തുൽ ഇസ്രായിലെ 81, 82 ആയത്തുകളാണ് ഞങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിന്റെ ഏകദേശം അവസാന ഘട്ടത്തിലെത്തിയ ആ സന്ദർഭം ഏറെ പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ നിറഞ്ഞതായിരുന്നു എന്നത് നമ്മൾ കാണുകയുണ്ടായി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പായി മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത അനുയായികളായ ഒരു സംഘം മക്കയിലെ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലെ പ്രബലരായ ഒരു വിഭാഗം തന്നെ മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് ഹിജ്റ നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. മക്കയിൽ ശേഷിച്ച ആളുകൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ പ്രയാസങ്ങളും വെല്ലുവിളികളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് സൂറത്തുൽ ഇസ്രായിൽ നമ്മൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമൊക്കെ അവതരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം നിലകൊള്ളുന്ന ആ ആദർശ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയാനും അദ്ദേഹത്തെ പാദങ്ങൾക്ക് ഇളക്കമുള്ള ആളാക്കി മാറ്റുവാനും നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ വകവരുത്തുകയോ ഒക്കെ ചെയ്യുവാനുമൊക്കെ നിരന്തരമായി മക്കയിലെ പ്രമാണിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുത കാണിച്ചിരുന്ന ബഹുദൈവ വിശ്വാസികളുടെ ആ സമൂഹത്തിന്റെ നേതാക്കന്മാരും ഒക്കെ ആയ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ആ ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ശക്തി പകർന്നുകൊണ്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ഈ സൂറത്തിന്റെ ഭാഗമായിട്ട് കേൾപ്പിക്കപ്പെടുന്നു. ഈ സൂറത്തിൽ പരാമർശിക്കപ്പെട്ട ഇസ്രാഉം മിഅ്റാജും ഒക്കെ തന്നെ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള കാര്യം തന്നെയാണ്. പ്രവാചകന്മാരുടെ മുഴുവൻ ചരിത്രവും പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരേതെങ്കിലും വിധത്തിൽ ദ്രോഹിക്കുകയോ അദ്ദേഹം നിലകൊള്ളുന്ന ആ ആദർശപാതയിൽ നിന്ന് കാലിടറിയവനായി മാറ്റാൻ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താക്കാനോ അദ്ദേഹത്തെ വകവരുത്താനോ ഒക്കെ അവര് അങ്ങനെയുള്ള ഒരു സംഗതിയിലേക്ക് അവർ പോവുകയാണെങ്കിൽ
പിന്നെ അതിനെ തുടർന്ന് ആ നാട്ടില് നിർഭയമായിട്ട് അവർക്ക് ഏറെക്കാലം കഴിഞ്ഞുകൂടാൻ സാധിക്കുകയില്ല. അവരുടെ മേൽ അള്ളാഹുവിന്റെ നടപടി ഉണ്ടാകും. അതാണ് എല്ലാ പ്രവാചകന്മാരുടെയും കാര്യത്തിൽ അള്ളാഹു പിന്തുടർന്നു വന്നിട്ടുള്ള അള്ളാഹുവിന്റെ സുന്നത്ത്. അള്ളാഹുവിന്റെ ആ നടപടിക്രമത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ ധൈര്യപ്പെടുത്തുന്നത് നമ്മൾ കാണുകയുണ്ടായി. അതിനെ തുടർന്നാണ് നമസ്കാരത്തിലൂടെ, അത് മിഅ്റാജിന്റെ സന്ദർഭത്തിൽ വിശദമാക്കപ്പെട്ട പോലെയുള്ള നിർബന്ധമായ നമസ്കാര കർമ്മം അതിന്റെ ക്രമവും ചിട്ടയും അനുസരിച്ച് നിർവഹിക്കുകയും രാത്രി നേരത്തെ ദീർഘമായ ഖുർആൻ തിലാവത്തോടു കൂടിയുള്ള നമസ്കാരം നിർവഹിക്കുകയും ചെയ്തുകൊണ്ട് അത്യുന്നതമായ പദവി, അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ പദവി കരസ്ഥമാക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രേരിപ്പിക്കുകയും നമസ്കാരത്തിലൂടെ സ്ഥൈര്യവും ധൈര്യവും സ്ഥിരചിത്തതയും ഒക്കെ കൈവരിക്കാൻ പരിശ്രമിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം നമ്മളിവിടെ കാണുകയുണ്ടായി. അതിനെ തുടർന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്താൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ചത്. വഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ. അള്ളാഹുവെ, സത്യാധിഷ്ഠിതമായ വിധത്തില് നീ എന്നെ എങ്ങോട്ടാണോ പ്രവേശിപ്പിക്കുന്നത് അങ്ങോട്ട് പ്രവേശിപ്പിക്കുക. എവിടുന്നാണോ നീ എന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അവിടുന്ന് സത്യം കൈവശമുള്ളവനായിക്കൊണ്ട്, അല്ലെങ്കിൽ സത്യം മുൻനിർത്തിക്കൊണ്ട് പുറത്തു വരുന്നവനായിട്ട് കൊണ്ടുവരിക. നിന്റെ പക്കൽ നിന്ന് എനിക്ക് സഹായമായിക്കൊണ്ടുള്ള ഒരു അധികാരം, ഒരു സുൽത്താൻ നീ എനിക്ക് നിശ്ചയിച്ചു തരിക, നീ എനിക്ക് പകർന്നു നൽകുക. ഈ പ്രാർത്ഥന നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഒരു പ്രഖ്യാപനവും, ഒരുപക്ഷെ മക്കയിലെ സത്യനിഷേധികൾ ഏറ്റവും ഏറെ വിറളി പിടിപ്പിക്കുന്ന വിധത്തിലുള്ള, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഏറെ തമാശയായിട്ടോ പരിഹാസമായിട്ടോ ഒക്കെ തോന്നുന്ന ഒരു കാര്യം പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവിടെ നിർദ്ദേശിക്കുന്നത്. വഖുൽ, പ്രവാചകരെ താങ്കൾ ഇങ്ങനെ പ്രഖ്യാപിക്കുകയും ചെയ്യുക. ഇതാണ് നമ്മൾ ഇന്ന് വായിക്കുന്ന ഭാഗം. അതാണ് ജാഅൽ ഹഖു വസഹഖൽ ബാത്തിൽ. ഇതാണ് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുന്നത്. സത്യം സമാഗതമായിരിക്കുന്നു, ഹഖ് വന്നു ചേർന്നിരിക്കുന്നു, വസഹഖൽ ബാത്തിലു, മിഥ്യ തകർന്നടിയുകയും ചെയ്തിരിക്കുന്നു. ഈ പ്രഖ്യാപനം നടത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ആ സാഹചര്യം ഒന്ന് മനസ്സിൽ കാണുന്നത് നല്ലതായിരിക്കും. മക്കയിലാണ് 10-11 വർഷക്കാലത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണം പ്രതീക്ഷിച്ച അളവില് ആളുകൾ അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കുകയുണ്ടായില്ല. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അദ്ദേഹത്തെ പിൻപറ്റാൻ സന്നദ്ധരായ ആളുകളുടെയും നില വളരെയേറെ പരിങ്ങലിലാണ്. ഏത് നിമിഷവും ഏത് വിധേനയുമുള്ള അക്രമ മർദ്ദനങ്ങൾക്ക് അവർ ഇരയാവാൻ ഇടയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെടാൻ സകല സാധ്യതകളും രൂപപ്പെട്ടു വരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഗണ്യമായ എണ്ണം അനുയായികള് അതിനകം വിദൂരമായ ഒരു പ്രദേശത്തേക്ക് പലായനം ചെയ്ത് പോയിട്ടും ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ അള്ളാഹു പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പ്രവാചകരെ താങ്കൾ ഇങ്ങനെ പ്രഖ്യാപിക്കുക, ജാഅൽ ഹഖു വസഹഖൽ ബാത്തിൽ. സത്യം സമാഗതമായിരിക്കുന്നു, മിഥ്യ തകർന്നടിയുകയും ചെയ്തിരിക്കുന്നു, പരാജയപ്പെട്ടിരിക്കുന്നു എന്ന്. ഇത് കേൾക്കുമ്പോ സത്യനിഷേധികളായ മക്കയിലെ ആളുകൾക്ക് വല്ലാത്ത തമാശയായിട്ടാണ് ഒരുപക്ഷെ അനുഭവപ്പെടുക. മുഹമ്മദിന് മൊത്തം പിടുത്തം വിട്ട് വട്ടായി പോയ പോലെയാണല്ലോ ഉള്ളത് എന്നാണ് അവർക്ക് തോന്നുന്നത്. കാരണം ഏറ്റവും ഏറെ
പ്രത്യക്ഷത്തിലുള്ള പരാജയം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് സത്യം സമാഗതമായിരിക്കുന്നു, അതുപോലെ അസത്യം അല്ലെങ്കിൽ മിഥ്യ പരാജയോന്മുഖമായിരിക്കുന്നു, തകർന്നടിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത തമാശയായിട്ടോ ഇനി ഗൗരവത്തിൽ പറയുന്നതാണെങ്കിൽ അവരെ ഏറെ വിറളി പിടിപ്പിക്കുന്ന വിധത്തിലോ ഒക്കെയായിട്ടാണ് അനുഭവപ്പെടുക. അത് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം. ജാഅൽ ഹഖ്ഖു വസഹഖൽ ബാത്തിൽ. എന്നിട്ട് തുടർന്ന് പറയുന്ന ഇന്നൽ ബാത്തില കാന സഹൂഖ, നിശ്ചയമായിട്ടും മിഥ്യ പരാജയപ്പെടാൻ, മിഥ്യ തകർന്നടിയാൻ തന്നെ ഉള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളെ മിഥ്യ തകർന്നടിയും. മിഥ്യ ഒരിക്കലും തന്നെ ദീർഘകാലം വിജയം നേടിക്കൊണ്ട് മുന്നേറുന്നതായിട്ട് കാണാൻ സാധ്യമല്ല. മിഥ്യ പരാജയപ്പെടാൻ തന്നെ ഉള്ളതാണ്. മിഥ്യ തകർന്ന് തരിപ്പണമായി പോകും. അതാണ് അതിന്റെ നിശ്ചയം തന്നെ. ഇങ്ങനെ പറയാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൊട്ട് മുകളിലെ സ്വലാത്ത് സംബന്ധമായ നിർദ്ദേശം, തഹജ്ജുദിലെയും ഫജ്റിലെയും ഒക്കെ തിലാവത്തിനുള്ള നിർദ്ദേശം, ഇതൊക്കെ തന്നെ പകർന്നു നൽകുന്ന വ്യക്തിപരമായ ധൈര്യം അല്ലെങ്കിൽ ശക്തി പകരൽ. അതിനു പുറമെ സത്യനിഷേധികളായ ശത്രുക്കളെ വളരെ ധീരമായ ആർജവത്തോടു കൂടിയുള്ള ഈ പ്രഖ്യാപനത്തിലൂടെ അവരെ ഒന്ന് വിറകൊള്ളിക്കുക എന്നൊരു കാര്യം കൂടി അള്ളാഹു ലക്ഷ്യമിടുന്നുണ്ട് എന്നത് നമുക്ക് ആ സാഹചര്യം വിലയിരുത്തിയാലും മനസ്സിലാക്കാൻ സാധിക്കും. ഏത് പോരാട്ടത്തിലെയും ആദ്യ വിജയം ഉണ്ടാവുന്നത് മനഃശാസ്ത്രപരമായ വിജയമാണ്. പഴയ ഒരു സംഭവം ഓർത്തു പോകുന്നത്, ബോക്സിംഗ് ഇതിഹാസമായിരുന്ന കാഷ്യസ് ക്ലേ, പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് മുഹമ്മദ് അലി എന്ന പേരൊക്കെ സ്വീകരിക്കുകയുണ്ടായതാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ ബോക്സിംഗ് റിങ്ങിലെ അദ്ദേഹം നേടിയിരുന്ന വിജയത്തിന്റെ ഒരു സ്വഭാവം അനലൈസ് ചെയ്തുകൊണ്ട് ചിലയിടങ്ങളിലൊക്കെ എഴുതി കണ്ടിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ ആ സമീപനം പ്രതിയോഗിയോട് എങ്ങനെ, റൈവലിനോട് എങ്ങനെ അദ്ദേഹം അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അത് പ്രതിയോഗിയെ മാനസികമായിട്ട് തളർത്തിക്കളയുന്ന, മനഃശാസ്ത്രപരമായിട്ട് ദുർബലനാക്കി കളയുന്ന വിധത്തില് അത്യസാധാരണമായ ആത്മവിശ്വാസത്തോടെയും ആത്മധൈര്യത്തോടെയും കൂടി ആ ബോക്സിംഗ് നടക്കുന്നതിന്റെ തൊട്ടു മുമ്പ് അദ്ദേഹം വളരെ ധീരമായ വിധത്തിലുള്ള സംസാരം പ്രകടമാക്കുമായിരുന്നു. ആ സംസാരത്തിന്റെ ആ ശൈലിയും സ്വരവും അതില് പ്രകടമാവുന്ന ആർജവവും തന്റേടവും ഒക്കെ, അതൊക്കെ തന്നെ മതി പ്രതിയോഗിയെ മാനസികമായി തളർത്തിക്കളയാൻ എന്നതാണ് നിരീക്ഷിക്കപ്പെട്ട ഒരു കാര്യമായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സംഘം വളരെ ദുർബലമായ, വളരെയേറെ അപചയങ്ങളെയോ വെല്ലുവിളികളെയോ ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പ്രഖ്യാപനം നടത്താൻ വേണ്ടി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത്. പറയേണ്ടത് ഇങ്ങനെയാണ്: ജാഅൽ ഹഖ്ഖു വസഹഖൽ ബാത്തിലു. സത്യം സമാഗതമായി, സത്യം എത്തിക്കഴിഞ്ഞു, അസത്യം മിഥ്യ തകർന്നടിഞ്ഞു. ഇന്നൽ ബാത്തില കാന സഹൂഖ. നിശ്ചയമായിട്ടും അസത്യം അല്ലെങ്കിൽ മിഥ്യ അത് തകർന്നടിയാൻ തന്നെയുള്ളതാണ്, പരാജയം ഏറ്റുവാങ്ങാൻ തന്നെയുള്ളതാണ്. ഇത് വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ആത്മവിശ്വാസവും ഒരു മനക്കരുത്തും പ്രകടമാക്കുന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പ്രഖ്യാപനത്തിലൂടെ വലിയ ധൈര്യം പകർന്നു കിട്ടുന്നുണ്ട്. അതേപോലെ
സത്യനിഷേധികളിൽ അത് വിവരണാതീതമായ വിധത്തിലുള്ള ഒരു ഉൾക്കിടിലം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രഖ്യാപനം അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തില് ഏത് അപജയ സാധ്യതകളെയും അതിജയിച്ചുകൊണ്ട് മുന്നേറാൻ കരുത്തു പകരുന്ന, ആത്മവീര്യം പകരുന്ന ഒരു ഇടപെടലാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് അതിനെ തുടർന്ന് അള്ളാഹു പറയുന്നത്, ഈ ആയത്തിന്റെ തന്നെ വിശദീകരണമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രഖ്യാപനം നടക്കുന്ന ഘട്ടത്തിൽ അത് വെറും ഒരു വാചോടാപ്പമായിട്ട് ആളുകൾക്ക് തോന്നാമെങ്കിലും, അങ്ങനെയൊക്കെ അവരതിനെ മനസ്സിലാക്കിയിട്ടുണ്ടാവാൻ ഇടയുണ്ടെങ്കിലും 8-9 വർഷത്തിനുള്ളില് ഈ പറഞ്ഞ കാര്യം അക്ഷരം പ്രതി പുലരുന്നതാണ് സത്യവിശ്വാസികളുടെ സമൂഹവും ആ സത്യനിഷേധികളുടെ സമൂഹവും ലോകം ഒന്നാകെയും കാണാനിടയാവുന്നത്. തൊട്ടടുത്ത വർഷം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ഹിജ്റ ചെയ്യുന്നു. പിന്നെ 7-8 വർഷത്തിനുള്ളില് മക്കയിലേക്ക് വിജയശ്രീലാളിതരായിട്ട് മക്ക കീഴടക്കുന്നവരായി തിരികെ എത്തുന്നു. ഈ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ പുലരുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ആ ഘട്ടത്തില് കഅബയില് മക്കയിലെ മുശ്രിക്കുകള് ആരാധനക്കായി നിരത്തി വെച്ചിരുന്ന 360 പരം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആ വിഗ്രഹങ്ങള് ആ മക്കക്കാരായ ദിവസങ്ങൾക്ക് മുമ്പ് വരെ മുശ്രിക്കുകളായി ജീവിച്ചിരുന്ന, വിഗ്രഹാരാധകരായി ജീവിച്ചിരുന്ന അവരുടെ കൈകളെ കൊണ്ട് തന്നെ അത് എടുത്തെറിയിക്കുകയും ആ വിഗ്രഹങ്ങളൊക്കെ വീണുടയുകയും ചെയ്യുന്ന ഒരു അവസരം ആ ഘട്ടത്തിൽ അവിടെ സംജാതമാവുന്നു. മനഃശാസ്ത്രപരമായ ഒരു നടപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സ്വീകരിക്കുകയാണ്. ഇന്നലെ വരെ വിഗ്രഹാരാധകരായിരുന്ന, തങ്ങളുടെ ഇഷ്ടദേവനും ദേവിയും ഒക്കെയായിട്ട് അവർ കണ്ടിരുന്ന ദിവ്യശക്തികളുടെ പ്രതീകങ്ങളായിട്ട് അവര് മക്കയിൽ സ്ഥാപിച്ചു വെച്ചിരുന്ന വിഗ്രഹങ്ങൾ, ആ വിഗ്രഹങ്ങളെ മക്കയിലെ ആ ഘട്ടത്തില് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മക്കക്കാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ തലേ ദിവസം വരെ മുശ്രിക്കുകളായി ജീവിച്ചിരുന്ന, ഈ വിഗ്രഹങ്ങളെ പൂജിച്ചു കൊണ്ടിരുന്ന ആളുകളെ കൊണ്ട് തന്നെ അതൊക്കെ എടുത്തെറിയിക്കുകയും അത് അവരുടെ കൺമുന്നിൽ തന്നെ പൊട്ടി തകർന്നു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് സംജാതമാവുന്നത്. ആ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ആയത്ത് ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ജാഅൽ ഹഖു വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖ. അള്ളാഹു മക്കയില് 8-9 വർഷം മുമ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ട ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയഘട്ടത്തില് വിഗ്രഹങ്ങൾ എടുത്ത് എറിയുന്ന ആ മക്കക്കാരായ ആളുകൾ തന്നെ, ആ ഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ തന്നെ ആ വിഗ്രഹങ്ങൾ എടുത്ത് എറിഞ്ഞുടക്കുന്ന ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉരുവിട്ടുകൊണ്ടിരുന്ന വാചകങ്ങളായിരുന്നു ഇത് എന്നത് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസില് ഈ സംഭവം വിശദമായിട്ട് പ്രതിപാദിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ അതിനെ തുടർന്നുള്ള ആയത്ത്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. എന്നിട്ട് അല്ലാഹു പറയുന്നത്, വിശുദ്ധ ഖുർആന്റെ അവതരണ പ്രക്രിയയിൽ അതിന്റെ ഭാഗമായിട്ട് നാം അവതരിപ്പിക്കുന്നു. മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികൾക്ക് അവർക്ക് വലിയ ശമനമായ കാര്യങ്ങളും അവർക്കുള്ള കാരുണ്യമായ കാര്യങ്ങളും ഒക്കെ. ഖുർആനിൽ അള്ളാഹുവിന്റെ ആയാത്തുകൾ അവതരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അള്ളാഹു പറയുന്നത് ശിഫാവും റഹ്മത്തുമായ കാര്യങ്ങളും നാം അവതരിപ്പിക്കുന്നു എന്നാണ്.
സത്യവിശ്വാസികൾക്ക് അവര് നേരിട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ മാനസികമായ പല വെല്ലുവിളികൾക്കും അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാംസ്കാരികവും അതുപോലെ ധാർമ്മികവും ഒക്കെയായ പല വെല്ലുവിളികൾക്കും ശമനമാവുന്ന കാര്യങ്ങളെ നാം ഈ ഖുർആന്റെ അവതരണത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്ന ഇവിടെ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്. അപ്പോ ജഡികമായതും അതുപോലെ ആത്മീയമായതുമായ പല ജീർണതകളെയും വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഇസ്ലാമിക ആദർശത്തിലൂടെ പരിവർത്തിതമായി കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സുകൾക്ക് സാന്ത്വനമാവുന്ന, അവരുടെ മനസ്സുകൾക്ക് ആശ്വസിപ്പിക്കലാവുന്ന, അവരുടെ മനസ്സുകൾക്കുള്ള ശിഫ ആകുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അത് സത്യവിശ്വാസികൾക്കുള്ള ശിഫാവും അതുപോലെ റഹ്മത്തുമാണ്, കാരുണ്യവുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ തൊട്ടു മുമ്പ് നമ്മൾ വായിച്ച ആയത്ത് തന്നെ വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖ എന്ന ആയത്ത് തന്നെ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതിനുള്ള ഉദാഹരണമായിട്ട് കാണാൻ സാധിക്കും. വലിയ വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തില് അള്ളാഹുവാണ് ഈ ആയത്ത് പ്രഖ്യാപിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സത്യവിശ്വാസികളോടൊക്കെ പറയുന്നത്. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അത് അക്ഷരം പ്രതി പുലരും എന്ന് ബോധ്യമുള്ളവരാണ് അവരൊക്കെ തന്നെ. അതുകൊണ്ട് അവർക്കേറെ അവരുടെ മാനസികമായി അവർ നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളുടെ ആ ഘട്ടത്തില് അവർക്കേറെ സാന്ത്വനമാവുന്ന, ശമനമാവുന്ന, ആശ്വാസമാവുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് ജാ അൽ ഹഖ് വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖ എന്ന്. അപ്പൊ അതില് ആശ്വസിപ്പിക്കൽ അടങ്ങുന്നുണ്ട്. പക്ഷെ അത് ഇവിടെ പറയുന്ന ഈ കാര്യം അത് മാത്രം സൂചിപ്പിക്കുന്ന ഒരു സംഗതിയല്ല. വിശുദ്ധ ഖുർആൻ ഏത് സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളെ സംബന്ധിച്ചിടത്തോളവും അയാളുടെ മനസ്സിന്റെ സകലവിധ അസ്വസ്ഥതകൾക്കുമുള്ള ഒരു ശമനമാണ്. ഖുർആൻ വായിച്ചിരിക്കുന്നത് മനസ്സിന്റെ സകല അസ്വസ്ഥതകളെയും അകറ്റിക്കളയാൻ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് എന്നത് അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മളൊക്കെ തന്നെ. ധാരാളം ആളുകളെ എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. എന്തെങ്കിലും വ്യക്തിപരമായ സ്വന്തം ജീവിതത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിലക്കുള്ള അസ്വസ്ഥത അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, വല്ല വെല്ലുവിളിയും പ്രതിസന്ധിയൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പോയി ഒതു എടുത്തു വന്ന് ഖുർആൻ നിവർത്തി വെച്ച് അങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയും അതില് അവരുടെ മനസ്സിന് ഏറ്റവും ഏറെ ആശ്വാസം പകരുന്ന ചില ആയത്തുകൾ അവരുടെ കണ്ണുകളിൽ പതിയുന്നത് വരെ അത് തുടരുകയും അങ്ങനെ അതില് ആശ്വാസം കണ്ടെത്തിക്കൊണ്ട് അവര് അത് മതിയാക്കി പോവുകയും ചെയ്യുന്ന കാഴ്ച പലപ്പോഴും എനിക്ക് അറബ് നാടുകളിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. അത് അവരുടെ മാതൃഭാഷയിലുള്ള ഖുർആൻ ആയതുകൊണ്ടാണ് അവർക്ക് അത് അത്രയും അപ്പീൽ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നാട്ടുംപുറങ്ങളിൽ അറബി ഭാഷ ഒരു തരിമ്പ് പോലും അറിയാത്ത, ഖുർആൻ ഓതാൻ മാത്രം അറിയുന്നവര് പോലും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അതിലങ്ങനെ ലയിച്ചിരുന്നു കൊണ്ട് ആശ്വാസം നേടുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിന്റെ കേവലമായ പാരായണത്തിന്റെ ഫലമല്ല ഇവിടെ സൂചിപ്പിക്കുന്നതെന്നുള്ളത് സംശയമൊന്നുമില്ല. വളരെ വ്യക്തമായിട്ട് തന്നെ അത് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അതിന്റെ പാരായണത്തിലും മനുഷ്യന് വലിയ ശിഫ ഉണ്ട്, അതിൽ വലിയ റഹ്മത്ത് ഉണ്ട്. നമുക്ക് ഏത് ഭാഗവും ഖുർആന്റെ ഏത് ഭാഗം വായിച്ചു തുടങ്ങിയാലും ഒരു 5-10 ആയത്തുകൾ വായിക്കുന്നതോടെ കൂടി നമുക്ക് മനസ്സിന് വലിയ ശിഫ നൽകുന്ന, വലിയ റഹ്മത്തായിട്ട് അനുഭവപ്പെടുന്ന ചില ആയത്തുകളിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഖുർആന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെ അത് ദിക്റാണ് എന്നതാണ്, ഓർമ്മപ്പെടുത്തലാണ്. അള്ളാഹുവിനെ സ്മരിക്കലും ഓർമ്മപ്പെടുത്തലും ഒക്കെയാണ്.
അതേപോലെ തന്നെ അതിന്റെ ആയാത്തുകള് ഷിഫ ആണ് താൻ. അപ്പോ ഖുർആന്റെ ശൈലി എന്തുകൊണ്ട് അള്ളാഹു നമുക്ക് സാധാരണ ഒരു മനുഷ്യന്റെ രചനയാണെങ്കിൽ നമുക്ക് വളരെ അവ്യവസ്ഥിതമായ ഡിസോർഡർലി ആയ ഒരു ക്രമവും ശൈലിയും ഉള്ള ഒരു ഗ്രന്ഥം എന്നേ തോന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു കോമ്പോസിഷൻ ആണ്, ഒരു സ്ട്രക്ചറാണ് ഖുർആനിന് നമുക്ക് കാണാൻ കഴിയുന്നത്. വിഷയാധിഷ്ഠിതമായിട്ട് ഒരിടത്ത് തുടങ്ങി മറ്റൊരിടത്ത് അവസാനിച്ചു, ക്രമപ്രവൃത്തമായ ഒരു വളർച്ചയും വികാസവും ഒക്കെ ഉണ്ടായി എന്നൊന്നും പറയാൻ കഴിയുന്ന ഒരു ഘടനയല്ല ഖുർആനിലെ അധ്യായങ്ങൾക്കൊന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഏത് ഭാഗമാണ് എന്ന് സ്പോട്ട് ചെയ്ത് ലൊക്കേറ്റ് ചെയ്യാൻ പ്രയാസപ്പെട്ടു പോകുന്നത് പോലും അതുകൊണ്ടാണ്. ഏത് ഭാഗത്തും എന്ത് വിഷയവും കടന്നു വരാവുന്ന വിധത്തിലുള്ള ഒരു ഘടനാപരമായ ഒരു പ്രത്യേകത ഖുർആനുണ്ട്. അതിന്റെ പുറകിലുള്ള ഒരു രഹസ്യം അത് ഷിഫാവും ദിക്റുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം എന്നതാണ് എന്ന് കാണാൻ കഴിയും. ഏത് ഭാഗം വായിച്ചാലും ഏതാനും ആയത്തുകൾ പിന്നിടുന്നതോടുകൂടി നമ്മുടെ ഹൃദയത്തിന് ആവശ്യമായ ഒരു ഷിഫ, ഒരു ശമനപ്പെടുത്തല് അതിൽ കടന്നു വരും. അപ്പോ മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള സാംസ്കാരികവും ധാർമ്മികവും ഒക്കെ ആയിട്ടുള്ള, ദൈക്ഷണികവും ഒക്കെ ആയിട്ടുള്ള പല വെല്ലുവിളികളുണ്ട്. ഈ വെല്ലുവിളികൾക്ക് ഒക്കെ തന്നെ ഏറ്റവും ഫലപ്രദമായ ഒരു ശമനമാണ്, ഒരു ഷിഫായാണ് വിശുദ്ധ ഖുർആൻ എന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, കഴിഞ്ഞ നൂറ്റാണ്ടില് യൂറോപ്യൻ സമൂഹം അസ്തിത്വവാദത്തിന്റെയും അസംബന്ധവാദത്തിന്റെയും ഒക്കെ പിടുത്തത്തിൽ അമർന്നിരുന്ന ഒരു കാലത്ത് വായന അവരിൽ വലിയ അസ്വസ്ഥത ഉളവാക്കിയിരുന്ന ഒരു കാലമായിരുന്നു അത് എന്നത് നമുക്കറിയാം. അവരുടെ നാടകങ്ങളും സാഹിത്യ രചനകളും ഒക്കെ തന്നെ ഒരു മനുഷ്യനെ അങ്ങേയറ്റത്തെ വിഭ്രാന്തി ജനിപ്പിക്കുന്ന വിധത്തിലുള്ള മാനസികമായ അസ്വസ്ഥതകള് പകർന്നു കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു സംഗതിയായിട്ടാണ് വർത്തിച്ചിരുന്നത് എന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യദശകങ്ങളിലെ യൂറോപ്യൻ സാഹിത്യത്തിൽ ഇന്നും നമുക്കൊന്ന് വായിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള അസ്വസ്ഥതകളാണ് അത്തരം രചനകൾ പകർന്നു കൊടുക്കുന്നതെങ്കിൽ ഏറ്റവും ആങ്കറേജ് നൽകുന്ന, ഏറ്റവും ശക്തമായ നമ്മുടെ ഒരു ദൃഢചിത്തത ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ദൈക്ഷണിക തലമാണ് ഖുർആൻ പകർന്നു തരുന്നത്. അത് പങ്കുവെക്കുന്ന വൈകാരികത എന്ന് പറയുന്നത് വളരെയേറെ നമ്മളെ സാന്ത്വനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വിധത്തിലുള്ളതാണ്. ഒരു വിഷയത്തിൽ നമ്മൾ ഏറ്റവും ശക്തമായ അടിത്തറയിലാണ് നിലകൊള്ളുന്നത് എന്നൊരു ബോധ്യമുണ്ടാകുന്നതോടുകൂടി തന്നെ നമുക്ക് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകള് വലിയ അളവോളം ഇല്ലാതെയായി മാറും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളിലും, ഏത് കാര്യത്തിലും ഒരു ദൃഢതയാണ് ഉണ്ടാവുന്നത്, ഒരു ഉറപ്പ് നമുക്ക് കൈവരിക്കാൻ സാധിക്കും. പല തലങ്ങളിലാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്ന ഷിഫാവും റഹ്മത്തും പ്രവർത്തനക്ഷമമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏത് സെക്ഷനിൽപ്പെട്ട ആളുകൾ, ഇപ്പൊ ഡിസബിലിറ്റിയുടെ ആളുകൾ, വൈകല്യങ്ങള് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരെന്ന് പറയുന്ന ആളുകളുണ്ട്, അതുപോലെ കുട്ടികളുണ്ട്, മുതിർന്ന പ്രായം ചെന്ന ആളുകളുണ്ട്, വയോജനങ്ങളുണ്ട്, അതുപോലെ സ്ത്രീകളുണ്ട്. ഏത് വിഭാഗം ആളുകളാണ് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ബലത്തില് ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങുന്നത് എങ്കിൽ പോലും അവർക്ക് വലിയ ഷിഫാവും റഹ്മത്തും പകർന്നു നൽകുന്ന കാര്യങ്ങൾ ഖുർആനിൽ അവർ വളരെ വൈകാതെ തന്നെ അവരുടെ കൺമുന്നിൽ എത്തുന്നത് കാണാൻ സാധിക്കും എന്നാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശിഫാവും റഹ്മത്തുമാകുന്ന കാര്യങ്ങൾ ഈ ഖുർആന്റെ അവതരണത്തിന്റെ ഭാഗമായിട്ട് നാം അവതരിപ്പിക്കുന്നു.
വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. അതിക്രമകാരികളിൽ അത് നഷ്ടമല്ലാതെ വർദ്ധിപ്പിക്കുകയും ചെയ്യുകയില്ല എന്നാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്. വലാ യസീദുൽ ളാലിമീന. ളാലിമുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യക്ഷത്തിൽ തന്നെ ബഹുദൈവത്വത്തിന്റെ ആളുകളാണ്. അതാണ് ഏറ്റവും വലിയ ളുൽമ. ശിർക്കാണ് ഏറ്റവും വലിയ ളുൽമായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ളാലിമുകൾ അള്ളാഹുവിനോട് അതിക്രമം ചെയ്ത സ്വന്തം ആത്മാക്കളോട് തന്നെ ഏറ്റവും പ്രകൃതി വിരുദ്ധമായ ഒരു സംഗതി ചെയ്യാൻ വേണ്ടി അവരെ നിർബന്ധിച്ചുകൊണ്ട് അവരോട് അതിക്രമം ചെയ്ത, സ്വന്തം ആത്മാക്കളോട് അതിക്രമം ചെയ്ത ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആൻ ഖസാറ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും, നഷ്ടം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. മക്കയില് വിശുദ്ധ ഖുർആൻ അവതരിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തില് ബഹുദൈവത്വത്തിന്റെ ആളുകളായി നിലക്കൊണ്ടിരുന്ന പലരും ചില ഷാഢ്യങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്നത് സത്യമാണ് എന്നത് ദൈക്ഷണിക തലത്തില്, ബുദ്ധിപരമായ തലത്തില് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവരുടെ ചില വിധേയത്വങ്ങൾ കാരണമായി, ചില കെട്ടുപാടുകൾ കാരണമായി അത് അംഗീകരിക്കാനും അത് പിൻപറ്റാനും ഒന്നും അവർ കൂട്ടാക്കുന്നില്ല. സ്വാഭാവികമായിട്ടും അവര് ഖുർആനോട് വലിയ ശത്രുത കൂടുതൽ കാണിക്കുന്നവരായിട്ട് മാറുന്നു. അത് അവരെ ഇസ്ലാമിന്റെ ബദ്ധവൈരികളാക്കി മാറ്റുന്നു. അത് അവരെ നിരന്തരം അടിക്കടി കൂടുതൽ നഷ്ടങ്ങളിലേക്ക് ചെന്ന് ചേരാൻ അവരെ നിർബന്ധിതരാക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ പ്രവാചകനോട് ഏറ്റവും ഏറെ ശത്രുത കാണിച്ചുകൊണ്ടിരുന്ന മക്കയിലെ പ്രമുഖരായ പ്രമാണിമാരായ ആളുകൾ ബദറിലും ഉഹദിലുമൊക്കെ ഏറ്റുവാങ്ങിയ തിരിച്ചടിയും അവര് ഏറ്റുവാങ്ങിയ, അവർക്കായി അള്ളാഹു നിശ്ചയിച്ച വിധിയും ഒക്കെ ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്കത് കൂടുതൽ വ്യക്തമാകും. ഖുർആൻ അവരെ പ്രകോപിതരാക്കുന്നു. ആ പ്രകോപനം അവർ കൂടുതൽ ശത്രുതയുള്ളവരായി മാറാൻ കാരണമാക്കുന്നു. അങ്ങനെ അതിനെ തുടർന്ന് അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങൾ അത് അതിന്റെ ആധിക്യത്തോടു കൂടി അനുഭവിക്കാൻ കാരണമാക്കുകയും ചെയ്യും. ലോകമെമ്പാടും ഖുർആനോട് പുറംതിരിഞ്ഞു നിന്ന, സത്യപ്രബോധനത്തിനോട് ശത്രുത കാണിച്ചുകൊണ്ട് രംഗത്ത് വന്ന, ആ കാര്യത്തിൽ ശാഠ്യത്തോടുകൂടി നിലക്കൊണ്ട സകല വ്യക്തികളും സമൂഹങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നത് ഈ ഖസാറ് തന്നെയാണ് എന്നത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തിലൂടെ വെളിപ്പെടാത്ത പല ഖസാറുകളും നമുക്ക് അന്ത്യനാളിൽ അള്ളാഹുവിന്റെ സാന്നിധ്യത്തില് മനസ്സിലാക്കാനും സാധിക്കും. അപ്പൊ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. ഈ ളാലിമുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആൻ അത് സത്യവിശ്വാസികൾക്ക് ശിഫാവും റഹ്മത്തും ഒക്കെയാണെങ്കിൽ, ളാലിമുകളെ സംബന്ധിച്ചിടത്തോളം അത് ഖസാറല്ലാതെ വർദ്ധിപ്പിക്കുന്നേ ഇല്ല എന്നുകൂടിയാണ് അള്ളാഹുവിടെ പറഞ്ഞു വെക്കുന്നത്. മനഃശാസ്ത്രപരമായി വിജയം ഈ ആയത്തുകള് കേൾപ്പിക്കുന്നതിലൂടെ തന്നെ നേടിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അത്രയും ആർജവം, അത്രയും ദൃഢചിത്തത, അത്രയും ആത്മവിശ്വാസം ഒക്കെ പകർന്നു നൽകുന്ന വിധത്തില്, അത് പ്രകടിപ്പിക്കുന്ന വിധത്തിലാണ് ഈ ആയത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഈ കാര്യങ്ങൾ മക്കയിലെ ആളുകളോട് പ്രഖ്യാപിക്കുന്നതോട് കൂടി തന്നെ അവരുടെ വിജയത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അവര് മനഃശാസ്ത്രപരമായ വലിയൊരു മുന്നേറ്റം സത്യനിഷേധികളുടെ മേൽ നേടിക്കഴിഞ്ഞു എന്നതാണ് വസ്തുത. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഇസ്രായിലെ 81, 82 ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പദത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.